എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പൈറൽ മോഡലിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു SDLC മോഡൽ, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ലൈഫ് സൈക്കിൾ, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അതായത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്, അതിനാണ് നമ്മൾ SDLC എന്ന് പറയുക. ഈ SDLC എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ കുറേ തരം മോഡൽസ് ഉണ്ട്. പലതരം മോഡൽസ് നമുക്ക് അത് പഠിക്കാനുണ്ട്. SDLCയിൽ ഉള്ള കുറേ മോഡലുകളിൽ ഒരു മോഡലാണ് നമ്മൾ പറയുന്ന സ്പൈറൽ മോഡൽ. SDLCയിൽ അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ കുറേ മോഡൽസ് ഉണ്ട്. അതിൽ തന്നെ സബായിട്ട് വരുന്ന പലതരം ടൈപ്പ് മോഡലുകളുണ്ട്. ഒരു മോഡലാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലാണ് വാട്ടർഫോൾ മോഡൽ. അടുത്ത മോഡലാണ് സ്പൈറൽ മോഡൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്പൈറൽ മോഡലിനെ കുറിച്ചായിരിക്കും. അപ്പോൾ സ്പൈറൽ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പേര് പോലെ തന്നെ സ്പൈറൽ, ഇതിൻ്റെ ഒരു സ്പൈറൽ ഷേപ്പ് കാരണമാണ് ഇതിന് ഈ സ്പൈറൽ മോഡൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഈ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഇറ്ററേറ്റീവ് നേച്ചറാണ്. ഇറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇറ്ററേഷൻ, അതായത് ലൂപ്പ് ചെയ്യുക, അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന അതിനാണ് നമ്മൾ ഇറ്ററേഷൻ എന്ന് പറയുക, ഇറ്ററേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഇറ്ററേറ്റീവ് നേച്ചറാണ്. ഇതിലെ ഓരോ ഇറ്ററേഷനും സ്റ്റാർട്ട് ചെയ്യണത് പ്ലാനിങ് എന്നുള്ള ഒരു ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഇവാലുവേഷൻ ബൈ ക്ലയൻറ്റ് എന്നുള്ളൊരു സ്റ്റേജ് വെച്ച് ഇത് എൻഡ് ചെയ്യും. ഓരോ ഇറ്ററേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്, അത് എൻഡ് ചെയ്യണത് ഇവാലുവേഷൻ ബൈ ക്ലയൻറ്റ്, അതായത് കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള ഇവാലുവേഷൻ എന്നുള്ളൊരു ഇതിൽ നിന്നാണ് ഇത് ഓരോ ഇറ്ററേഷനും എൻഡ് ചെയ്യണത്. മെയിനായിട്ട് സ്പൈറൽ മോഡലിന് 4 ഫേസ്, അതായത് 4 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജാണ് പ്ലാനിങ്, രണ്ടാമത്തെ സ്റ്റേജ് റിസ്ക് അനാലിസിസ്, തേർഡ് സ്റ്റേജ് ഇസ് ഡിസൈൻ ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഇസ് ഇവാലുവേഷൻ. ഈ 4 ഫേസ് ആണ് സ്പൈറൽ മോഡലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഓരോ ഫേസും പ്ലാനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് എന്തുണ്ടാവും? ഇവാലുവേഷനിൽ അവസാനിക്കും. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്ലാനിങ്, അത് കഴിഞ്ഞാൽ റിസ്ക് അനാലിസിസ്, തേർഡ് സ്റ്റേജ് ഇസ് ഡിസൈൻ, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇസ് ഇവാലുവേഷൻ ബൈ ക്ലയൻറ്റ്. അത് കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല, വീണ്ടും ഇറ്ററേറ്റീവ് ആണ്, ഇറ്ററേറ്റീവ് നേച്ചർ ആയതുകൊണ്ട് വീണ്ടും ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവാലുവേഷൻ കഴിഞ്ഞാൽ വീണ്ടും പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, ഡിസൈൻ, ഇവാലുവേഷൻ, ഈ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇതിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള റിക്വയർമെന്റ് ഗാദറിങ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, അതായത് പ്രൊജക്റ്റ് നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അതായത് ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം, പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ്, അതിനുള്ള എസ്റ്റിമേഷൻ, എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ്, സോഫ്റ്റ്വെയർ റിസോഴ്സ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും, പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ സംബന്ധിച്ച കസ്റ്റമർ തരുന്ന റിക്വയർമെന്റ്സിന്റെ എല്ലാ കളക്ഷനും, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണതാണ് ആദ്യത്തെ ഫേസ്, പ്ലാനിങ് ഫേസ്. അത് കഴിഞ്ഞ സെക്കൻഡ് ഫേസ് ആണ് വരുന്നതാണ് റിസ്ക് അനാലിസിസ് ഫേസ്. റിസ്ക് അനാലിസിസ് ഫേസ് ആണ് സ്പൈറൽ മോഡലിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ മറ്റ് SDLC മോഡലുകളെ സംബന്ധിച്ച് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ് ആണ് റിസ്ക് അനാലിസിസ് ഫേസ്. കാരണം ഈ ഒരു ഫേസിൽ നമ്മൾ ഭാവി ഈ പ്രൊജക്റ്റിന്റെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഈ പ്രൊജക്റ്റിനെ എവിടെയൊക്കെ വീക്ക്നെസ് വരാം, എന്തൊക്കെ ഫെയിലിയർ സംഭവിക്കാമെന്ന് നമ്മൾ മുൻകൂട്ടി പഠനം നടത്തി കണ്ടുപിടിക്കും, സ്റ്റഡി ചെയ്ത് റിസ്ക് കണ്ടുപിടിക്കും, റിസ്ക് അനാലിസിസ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുന്നതുകൊണ്ട് തന്നെ ആ ഒരു എന്തൊക്കെ ഫെയിലിയർ വരാം, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എവിടെയൊക്കെ കോംപ്ലിക്കേഷൻ വരാമെന്ന് മുൻകൂട്ടി പഠനം നടത്തി അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, അതെങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ വെച്ച് അതിൻ്റെ മിറ്റിഗേഷൻ, അതിനുള്ള മിറ്റിഗേഷൻ നടപടി, അത് സോൾവ് ചെയ്യാനുള്ള പ്ലാനും കൂടി നമ്മൾ ഇവിടെ വെച്ച് ചെയ്യും. ഈ ഒരു ഫേസ് ആണ് SDLC, അതായത് ഈ സ്പൈറൽ മോഡലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഫേസിന്റെ എഫിഷ്യൻസി അനുസരിച്ചിരിക്കും മൊത്തം സ്പൈറൽ മോഡലിന്റെ എഫിഷ്യൻസി നമ്മൾ കണക്കാക്കുക. അടുത്ത ഫേസ് ആണ് വരുന്നത് ഡിസൈൻ ഫേസ്. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ റിസ്ക് അനാലിസിസ് ചെയ്തു, അതായത് ഈ പ്രൊജക്റ്റിൽ എന്തൊക്കെ റിസ്ക് വരാമെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്ത് എവിടെയൊക്കെ പ്രോബ്ലംസ്, എന്തൊക്കെ ബോട്ടിൽ നെക്സ്, എവിടെയൊക്കെ പ്രോബ്ലംസ് വരാമെന്ന് കണ്ടുപിടിക്കുന്നു, അതിനുള്ള സൊല്യൂഷൻസ് നമ്മളിവിടെ വെച്ച് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ആ ഒരു ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്യും, അതാണ് ഡിസൈൻ ഫേസ്. അവിടെ നമ്മൾ കോഡിങ്, അതായത് പ്രോഗ്രാം, നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണോ ആപ്ലിക്കേഷൻ അതിനുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളത് ഡെവലപ്പ് ചെയ്യണു, പ്രോഗ്രാം ചെയ്ത് അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് ചെയ്യണു, അത് കഴിഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യണു. ഈ 3 കാര്യങ്ങളും ഡിസൈൻ ഫേസിൽ വരും.
ഡിസൈൻ ഫേസിൽ വരുമ്പോൾ ഡിപ്ലോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഫോർത്ത് സ്റ്റേജിലേക്ക് പോകണം. ഫോർത്ത് സ്റ്റേജ് ഏതാണ്? ഇവാലുവേഷൻ ഫേസ്. ഇവാലുവേഷൻ അതായത് ക്ലയന്റ് ഇവാലുവേഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ക്ലയന്റ് ഇവാലുവേഷൻ അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത ആ പ്രൊഡക്റ്റ് ആപ്ലിക്കേഷൻ ക്ലയന്റ് ഒറിജിനൽ ക്ലയന്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കണം. ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ക്ലയന്റ് ഓക്കെ ആണെങ്കിൽ ആ സൈക്കിൾ അതായത് പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, ഡിസൈൻ, ഇവാലുവേഷൻ എന്നുള്ള ആ സൈക്കിൾ അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞു. കാരണം ക്ലയന്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും ഇനി പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞു. പക്ഷെ സാധാരണ രീതിയിൽ ആദ്യത്തിൽ ക്ലയന്റ് ഓക്കെ ആവില്ല. ക്ലയന്റ് നോട്ട് ഓക്കെ പറയുന്നു, ഫീഡ്ബാക്ക് പറയുന്നു, ഇന്ന മാറ്റങ്ങൾ വരുത്തണം, ഇന്ന സജഷനൊക്കെ ഇന്ന രീതിയിൽ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കുറച്ചും കൂടി നന്നാക്കാന്നൊക്കെ അവർ പറയുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ആള് പറഞ്ഞ അതായത് ക്ലയന്റ് പറഞ്ഞ ഫീഡ്ബാക്കിനനുസരിച്ച് പുതിയൊരു പ്ലാനിങ് ചെയ്യണം. അതായത് വീണ്ടും പ്ലാനിങ് ഫേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതായത് അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. വീണ്ടും പ്ലാനിങ് ഫേസ് ചെയ്യണം. ആ പ്ലാനിങ് ഫേസിൽ ആ ഒരു പ്ലാനിങ് പുതിയൊരു പ്ലാൻ അനുസരിച്ച് എന്തൊക്കെ പ്രൊജക്റ്റിൽ മാറ്റം വരുന്നതനുസരിച്ച് പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാനിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ട്, എന്താ ഇവിടെയൊക്കെ പ്രോബ്ലം വരാമെന്നുള്ള ഒരു റിസ്ക് അനാലിസിസ് സ്റ്റഡി നടത്തുന്നു, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു, കോഡ് ചെയ്യണു, ടെസ്റ്റ് ചെയ്യണു. വീണ്ടും നമ്മൾ ഡിപ്ലോയ് ചെയ്ത പ്രൊഡക്റ്റ് ക്ലയന്റ് ഇവാലുവേറ്റ്. ക്ലയന്റ് വീണ്ടും ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ച് ലൂപ്പ് സ്റ്റോപ്പ് ആണോ, ഇല്ലെങ്കിൽ വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി നമ്മുടെ SDLC അതായത് സ്പൈറൽ മോഡല് ഓരോ ഫേസും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നു. അതിനനുസരിച്ച് നമ്മൾ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുന്നു, റിസ്ക് അനാലിസിസ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ആഗ്രഹത്തിനനുസരിച്ച് എക്സ്പെക്ട് ചെയ്ത എല്ലാ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യണ വരെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയ പ്രൊഡക്റ്റ് ആയി. അതാണ് സ്പൈറൽ മോഡലിന്റെ ഏറ്റവും ഗുണം. ഇത് മെയിൻ ആയിട്ട് ഇപ്പോൾ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലാണ് ഇത് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിൻഡോസിന്റെ ഒക്കെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വിൻഡോസ് ഒക്കെ ഓരോരോ വെർഷൻ ആയിട്ടാണ് റിലീസ് ചെയ്യുക. വിൻഡോസ് 7 ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിൻഡോസ് 8 അണ്ടർ പ്രോസസ്സിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വിൻഡോസ് 7ന്റെ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തിട്ടാണ് വിൻഡോസ് 8 എടുക്കുക. അതുപോലെയാണ് അങ്ങനത്തെ ഒരു വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വലിയ പ്രൊജക്റ്റുകളാണ് നമ്മൾ സ്പൈറൽ മോഡൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് സ്പൈറൽ മോഡലിന്റെ അഡ്വാൻറ്റേജസിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് അലോ റിക്വയർമെന്റ് ചേഞ്ചസ്. എന്താണ്? സ്പൈറൽ മോഡല് റിക്വയർമെന്റ് ചേഞ്ച് അലോ ചെയ്യും. അതായത് കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാം. അതായത് ഓരോ സൈക്കിളിലും കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്കിൽ കസ്റ്റമർക്ക് പുതിയ ആശയങ്ങളോ പുതിയ സജഷൻസോ കൊടുക്കാം. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണ്? സൂട്ടബിൾ ഫോർ ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോജക്ട്സ്. അതായത് വലിയ ലാർജ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അതായത് വളരെയധികം റിസ്ക് ഉള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊജക്റ്റുകളാണ് ഇത് സൂട്ടബിൾ ആണ്. അതായത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വിൻഡോസ് പോലത്തെ പ്രൊജക്റ്റുകൾ, അങ്ങനത്തെ വിൻഡോസ് തന്നെ ആവണമെന്നില്ല, അത്രയും ഹ്യൂജ് ആവണമെന്നില്ല, അങ്ങനത്തെ പ്രൊജക്റ്റുകളാണ് ഇത് കൂടുതൽ അഡ്വാൻറ്റേജ് ആവുന്നത്. തേർഡ് പോയിന്റ് എന്താണ്? ഇറ്റ് അലോസ് ബെറ്റർ റിസ്ക് അനാലിസിസ്. ഇത് റിസ്ക് അനാലിസിസ് കൂടുതൽ അലോ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വലിയ ഹ്യൂജ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫെയിൽ ചെയ്യാനുള്ള ചാൻസുകളില്ല. നമ്മൾ മുൻകൂട്ടി ഇത് റിസ്ക് അനാലിസിസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫോർത്ത് പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ് ഡ്യൂ ടു റിസ്ക് മാനേജ്മെന്റ്. അതായത് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ അതിന്റെ ഒരു ഇതാണ് വരുന്നത്. അതായത് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് ഹ്യൂജ് ലോസ്, അതായത് ആപ്ലിക്കേഷൻ ക്രാഷ് ആയിട്ടോ വലിയൊരു ഫെയിലിയർ ഉണ്ടായിട്ടോ നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് SDLCയുടെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് SDLC? ഫസ്റ്റ് പോയിന്റ് എന്താണ്? നോട്ട് സൂട്ടബിൾ ഫോർ സ്മോൾ പ്രൊജക്ട്സ്. അതായത് ചെറിയ പ്രൊജക്റ്റുകൾക്ക് ഇത് സൂട്ടബിൾ അല്ല ഈ മോഡൽ. കാരണം ഇത് റിസ്ക് അനാലിസിസും കുറേ കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊജക്റ്റുകൾക്കാണ് ഇത് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സെക്കൻഡ് പോയിന്റ്, സക്സസ് ഓഫ് ദ പ്രൊജക്ട് ഡിപ്പെൻഡ്സ് ഓൺ റിസ്ക് അനാലിസിസ് ഫേസ്. നമ്മുടെ പ്രൊജക്ടിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിസ്ക് അനാലിസിസ് ഫേസ്. ഞാൻ പറഞ്ഞു റിസ്ക് അനാലിസിസ് ഫേസ് ആണ് ഈ സ്പൈറൽ മോഡൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ റിസ്ക് അനാലിസിസ് ഫേസ് എത്രത്തോളം സക്സസ് ആവണോ അതിനനുസരിച്ച് പ്രൊജക്റ്റും സക്സസ് ആവും. കാരണം നമ്മൾ എന്തൊക്കെ ഈ പ്രൊജക്റ്റിൽ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എവിടെയൊക്കെ പ്രോബ്ലംസ് വരാം, എന്തൊക്കെ ബോട്ടിൽനെക്സ് വരാമെന്ന് മുൻകൂട്ടി സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അവിടെ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ പ്രൊജക്റ്റ് അത്രത്തോളം സക്സസ് ആവും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. തേർഡ് പോയിന്റ് ഇൻ ഡിസഡ്വാൻറ്റേജ് ഈസ് ഹാവ് ടു ഹയർ മോർ എക്സ്പീരിയൻസ്ഡ് റിസോഴ്സസ്.
അതായത് നമ്മൾ ഈ റിസ്ക് അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് സാധാരണ ഫ്രഷേഴ്സിനോ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കോ ഈ റിസ്ക് അനാലിസിസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്രൊജക്ടിന്റെ റിസ്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പ്രൊജക്ടുകളിൽ സിമിലർ ആയിട്ടുള്ള പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ റിസ്ക് അനാലിസിസ് ബേസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുൻകൂട്ടി ഇത് കണ്ടുപിടിച്ച് എന്തൊക്കെ വരാമെന്നുള്ളത് ഫ്യൂച്ചറിലുള്ളതിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റണമെങ്കിൽ അത്രയും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അപ്പൊ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കൂടുതൽ ആളുകളെ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. കൂടുതൽ ആളുകൾ ഹയർ ചെയ്യണതിനനുസരിച്ച് കൂടുതൽ കോസ്റ്റും വേണ്ടി വരും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ട് ഇതിന് 4 ഫേസസ് ആണുള്ളത്: പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, ഡിസൈൻ, ഇവാലുവേഷൻ. ഇറ്ററേറ്റീവ് നാച്ചുറലാണ് വർക്ക് ചെയ്യുന്നത്. മെയിൻലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാർജ് പ്രൊജക്റ്റുകളിലാണ് ഇത് ഉപയോഗിക്കുക. നിങ്ങൾ എക്സാമ്പിളിന് ഓർത്ത് വയ്ക്കേണ്ടത് വിൻഡോസ് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ. വിൻഡോസ് വേണമെന്നില്ല, അതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്പൈറൽ മോഡൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.